തട്ടിപ്പ് വാർത്തകൾ നാട്ടിൽ അനുദിനം വർദ്ധിക്കുകയാണ്. അത്തരമൊരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കാണാം ശുദ്ധ തട്ടിപ്പ്. തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട് എന്ന് പ്രേക്ഷകർക്കറിയാം. മലപ്പുറത്ത് നിന്ന് ഇന്നും പുറത്തു വന്നു തെരുവുനായ ശല്യത്തിന്റെ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത. ജീവൻ ഭയന്ന നാട്ടുകാർ ഓരോ ദിവസവും തള്ളി നീക്കുമ്പോൾ അത് തടയാനുള്ള പദ്ധതികളിൽ തട്ടിപ്പ് കൂടി നടത്തിയാലോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. തെരുവുനായ വന്ധ്യംകരണത്തിൽ കൊച്ചി കോർപ്പറേഷനിൽ നടന്നത് സമാനതകളില്ലാത്ത അഴിമതി എന്നാണ് ആരോപണം. തെരുവുനായ വന്ധ്യംകരണത്തിന് 4 വർഷം കൊണ്ട് കൊച്ചി കോർപ്പറേഷൻ ചെലവാക്കിയത് 93 ലക്ഷം രൂപയാണ്. ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്തെന്നാൽ കേവലം 1443 തെരുവുനായ്ക്കൾക്ക് വേണ്ടിയാണ് ഈ തുക വിനിയോഗിച്ചത്. തൃക്കാക്കര നഗരസഭയിലും കോഴിക്കോട് കോർപ്പറേഷനിലും നായയൊന്നിന് 2000 രൂപയിൽ നടപ്പാക്കിയ പദ്ധതി. എന്നാൽ കൊച്ചിയിലെത്തുമ്പോൾ ഇവിടെ കണക്കുകൾ ഹൈടെക് ആണ്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് കൊച്ചി കോർപ്പറേഷനിൽ തെരുവ് നായ്ക്കളെ വന്ധീകരിക്കാനായി ചെലവാക്കിയത് 93 ലക്ഷം രൂപയാണ്. ഒരു തെരുവ് നായ്ക്കായി ശരാശരി 6450 രൂപയാണ് ചെലവഴിച്ചത്. ഇങ്ങനെ കഴിഞ്ഞ 4 വർഷത്തിനിടെ 1443 നായകളെയാണ് വന്ധ്യീകരണം നടത്തിയത്. തൃക്കാക്കര നഗരസഭയിൽ ഒരു നായയെ വന്ധ്യീകരിക്കാൻ 2100 രൂപയും കോഴിക്കോട് കോർപ്പറേഷനിൽ 2192 രൂപയും ചിലവാക്കുന്നിടത്താണ് കൊച്ചി കോർപ്പറേഷൻ ഇത്രയധികം തുക ചെലവാക്കിയിരിക്കുന്നത്. കണക്കുകൾ ഇങ്ങനെ: 2020-21 350 നായകളെ വന്ധ്യംകരിച്ചു. ചിലവ് 24.54 ലക്ഷം രൂപ. 2021-22 575 നായകളെ വന്ധ്യംകരിച്ചു. 20.4 ലക്ഷം രൂപയാണ് ചിലവായിരിക്കുന്നത്. 2022-23 375 നായകൾക്കായി 25.32 ലക്ഷം രൂപയും 2023-24 143 നായകൾക്കായി 22.77 ലക്ഷം രൂപയാണ് ചിലവാക്കിയിരിക്കുന്നതെന്നും വിവരാവകാശ രേഖ. പദ്ധതിക്ക് പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുമെന്നും വിവരാവകാശ പ്രവർത്തകനായ MK ഹരിദാസ് പറഞ്ഞു. കൊച്ചിൻ കോർപ്പറേഷന്റെ കീഴിലുള്ള തെരുവ് പട്ടികളെ വന്ധീകരിക്കാൻ ഒരു പട്ടിക്ക് 6500 രൂപ ചെലവാക്കിയപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ അത് 2100 രൂപയ്ക്കും 2200 രൂപയ്ക്കും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു കണക്കാണ് ലഭിച്ചിരിക്കുന്നത്. കൊച്ചിൻ കോർപ്പറേഷനിൽ എന്തുകൊണ്ട് 6500 രൂപ ചെലവായി? അതും 2024 നാളിതുവരെ വന്ധീകരിച്ച് 155 തെരുവ് പട്ടികൾക്കായിട്ട് ചെലവഴിച്ചിരിക്കുന്നത് ഒരു പട്ടിക്ക് 15000 രൂപ എന്ന കണക്കിലാണ്. തെരുവ് നായകൾക്കായി കൊച്ചി കോർപ്പറേഷൻ ഇതുവരെ ഒരു ഷെൽട്ടർ പോലും ആരംഭിച്ചിട്ടില്ല. കൊച്ചിയിൽ എത്ര തെരുവ് നായകൾ ഉണ്ട് എന്നതിന്റെ ഏകദേശ കണക്ക് പോലും കോർപ്പറേഷന്റെ പക്കലില്ല. മറ്റിടങ്ങളിലെ നായകൾക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് കൊച്ചി നഗരത്തിലെ നായകൾക്ക് മാത്രമായുള്ളത്? മിണ്ടാപ്രാണികളുടെ പേരിൽ പോക്കറ്റ് നിറയ്ക്കുന്നവർക്കെതിരെ കൃത്യമായ അന്വേഷണമാണ് വേണ്ടത്. വിനീത VG 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.